ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന രണ്ട് ഐബ്രോ പെൻസിൽ വെച്ചിട്ടാട്ടോ. ഒന്ന് നമ്മുടെ ഡാസ്ലറിൻ്റെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ഐബ്രോ പെൻസിലാണ്, മറ്റൊന്ന് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ഗ്രേ കളർ ആയിട്ടുള്ള പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു വീഡിയോ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, കമ്പാരിസൺ ചെയ്തിട്ട് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഡാർക്ക് ഗ്രേ കളറാണ് ഐബ്രോസിന് ഒരു കുറച്ച് നാച്ചുറൽ ലുക്ക് നൽകുന്നതാണ്, ഫിനിഷിങ് നൽകുന്നതാണെന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ കമ്പാരിസൺ ചെയ്ത് നോക്കാം, ബ്രൗൺ ഷെയ്ഡ് ആണോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളർ ആണോ കുറച്ചും കൂടി ബെറ്റർ എന്ന് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വേണ്ട വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എൻ്റെ റൈറ്റ് സൈഡിലെ ഐബ്രോസിൽ, നാച്ചുറൽ ഐബ്രോസിൽ വിത്തൗട്ട് ത്രെഡിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഡാസ്ലറിൻ്റെ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ഗ്രേ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് എന്നിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കുറച്ചും കൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഏതാണെന്നെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കാം. പിന്നെ ആരൊക്കെയാണ് ഗ്രേ കളർ യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതെന്നും ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെന്നും കമൻറ്റിൽ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇൻ മൈ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡാർക്ക് ഗ്രേ കളറിനേക്കാളും കുറച്ചും കൂടി ഫേസിന് എനിക്ക് നാച്ചുറൽ ലുക്ക് നൽകുന്നത് ബ്രൗൺ ഷെയ്ഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും